എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാൻ ഒരു കഥ പറയാം. ഉണ്ണിക്കുട്ടനും പൂത്തുമ്പിയും. മഹാവികൃതിയായിരുന്നു ഉണ്ണിക്കുട്ടൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മ ഉറങ്ങുമ്പോൾ ഉണ്ണിക്കുട്ടൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്ന് പറമ്പിലേക്ക് എത്തി. അപ്പോഴാണ് ഒരു ഭംഗിയുള്ള കൊച്ചു പൂത്തുമ്പി പാരി കഴിച്ചിരിക്കുന്നത് അവ കണ്ടത്. അവനെ അതിനെ പിടിക്കാൻ തോന്നി. ഉണ്ണിക്കുട്ടൻ പൂത്തുമ്പിയോട് ചോദിച്ചു, വിലഞ്ഞ നിൽക്കും പുൽത്തുമ്പിൽ വർണ്ണം വിതറും പൂത്തുമ്പി, എന്നോടൊപ്പം പോരാമോ? എന്നോടത്തോട് കളിക്കാമോ? ഇത് കേട്ട് പൂത്തുമ്പിക്ക് ചിരിയാണ് വന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കും? ഉണ്ണിക്കുട്ടൻ പൂത്തുമ്പിയുടെ കയ്യിൽ പിടിച്ച് ഒന്ന് നയിക്കാലോ, അതോടെ പൂത്തുമ്പിയുടെ കട കരിയും. പക്ഷേ ഉണ്ണിക്കുട്ടൻ ചെടിയിൽ കീഴെ ഒറ്റ നിൽപ്പായിരുന്നു. അവൻ തെങ്ങാലിലൂടെ നാലെടുത്ത് കുടുക്കിട്ട് ഒട്ടാലി. അയ്യോ, പൂത്തുമ്പി വേന കൊണ്ട് പൊളിഞ്ഞു. ഉണ്ണി, എന്നെ കൊല്ലരുതേ, വീട്ടിലമ്മ തനിച്ചാണ്. ഇച്ചിരി നേരം കാണാഞ്ഞാൽ അമ്മ കിടന്നത് കരിഞ്ഞിടും. പക്ഷേ ഉണ്ണിക്കുട്ടൻ പൂത്തുമ്പിയെ വിട്ടില്ല. ഉണ്ണിക്കുട്ടൻ പൂത്തുമ്പിയെ കല്ലെടുപ്പിക്കാൻ തോന്നി. അപ്പോഴാണ് ഉണ്ണിക്കുട്ടന്റെ അമ്മ ഉടനെ നോക്കി. ഉണ്ണിക്കുട്ടനെ കാണാനില്ല. അമ്മ കരഞ്ഞ് എല്ലാം കഴിച്ചിട്ട് തിരിഞ്ഞ് ഉണ്ണിക്കുട്ടനെ പറമ്പിൽ കണ്ട് എത്തി. അമ്മ ഓടി വന്ന് വാലെടുത്ത് ഉമ്മച്ചു. തന്നെ കാണാണ്ടേ അമ്മ എന്തുമാത്രം ശ്രമിച്ചു എന്ന് അവൻ മനസ്സിലായി. പൂത്തുമ്പിക്ക് ഇതുപോലെ അമ്മ കാണില്ലേ? അമ്മയ്ക്ക് വിഷമാവില്ലേ? ഉണ്ണിക്കുട്ടൻ വേഗം കൊടുക്കയച്ച് പൂത്തുമ്പിനെ പറത്തി വിട്ടു. പോകൂ വേഗം പൂത്തുമ്പി, നിന്നെ കാണാൻ അമ്മയ്ക്ക് സങ്കടാവും പൂത്തുമ്പി. ഇത് കേട്ട പൂത്തുമ്പി സത്യത്തോടെ പറഞ്ഞുപോയി. കൂട്ടുകാരെ, നാം ഇതിൽ എന്താ മനസ്സിലാക്കിയത്? നാം ഒരിക്കലും ചെറു ജീവികളെ പോലും മേനിപ്പിക്കരുത്. നന്ദി, നമസ്കാരം.